ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജു ടോക്സ് മലയാളം. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രൈവറ്റ് കോളേജസിൽ GNM അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിലെ പ്രൊസീജിയേഴ്സ്, കോഴ്സിൻ്റെ ഫീസ്, എലിജിബിലിറ്റി, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കുട്ടികൾ എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 3 years ആണ്. എൻട്രൻസ് എക്സാം ഒന്നും ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. വേറെ സ്റ്റേറ്റ്സൊക്കെ ഓരോ കോളേജ് അനുസരിച്ച് എൻട്രൻസ് എക്സാമൊക്കെ അവർ വെക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ സിലബസ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഡ്യൂറേഷനിൽ 3 yearsൽ 3rd ഇയറിലാണ് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഓവറോളായിട്ട് പറയുന്നത്. പക്ഷേ നഴ്സിംഗ് BSc-നെക്കാട്ടും ഡിപ്ലോമ ലെവലിലുള്ളൊരു നഴ്സിംഗ് കോഴ്സാണിത്. അപ്പം ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 10th പാസ്സായിട്ടുള്ള ആൾക്കാർ ആയിരിക്കണം. പിന്നെ +12 ഈക്വാലൻ്റ് ആയിട്ടുള്ള എക്സാംസ് പാസ് ചെയ്യണം. അത് മിനിമം 40% മാർക്സ് വേണം. +2 സയൻസ് അല്ലെങ്കിൽ ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല. പിന്നെ ANM കഴിഞ്ഞതിൽ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രോഗ്രാം കഴിഞ്ഞ ആൾക്കാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മിനിമം ഏജ് അത് 17 years ആയിരിക്കും. ചില കോളേജസിൽ സെലക്ഷൻ മെറിറ്റിൻ്റെ ബേസിൽ ആയിരിക്കും. ഈ ഒരു കോഴ്സിൻ്റെ ഫീ കേരളത്തിൽ ഉള്ളത് അപ് ടു 2.5 lakhs per year ആണ് വരുന്നത്. പിന്നെ ഡൊണേഷൻ പ്രൈവറ്റ് കോളേജസിലാണെങ്കിൽ നിങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു 3 lakhs വരെയൊക്കെ ഡൊണേഷൻ എമൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് കോളേജസിൽ. പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇതുള്ള ആൾക്കാരാണെങ്കിൽ ബെറ്റർ, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ മാർക്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അതിനർത്ഥം പ്രൈവറ്റ് കോളേജസിൽ പഠിപ്പിക്കുന്നത് വളരെ മോശമാണ്, ഗവൺമെൻറ് കോളേജസാണ് ബെറ്റർ എന്നല്ല. ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് കോളേജസിനെക്കാട്ടും ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് SSLC സർട്ടിഫിക്കറ്റ്, +2 അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. അത് അതാണ് ചോദിക്കുന്നുള്ളൂ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ ചോദിക്കണമെന്നില്ല. പക്ഷെ ഓരോ കോളേജസിനെ അനുസരിച്ച് അവർ ഈ സർട്ടിഫിക്കറ്റ്സാണ് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഇതിൽ എല്ലാം അവർ ചോദിക്കണമെന്നില്ല. കുറച്ച് ഇതിൽ ചിലതൊക്കെ അവർ ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ GNM അഡ്മിഷൻ എടുക്കേണ്ട പ്രൊസീജിയേഴ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്കൊക്കെ അഡ്മിഷൻ, ബാംഗ്ലൂർ, തമിഴ്നാട് അവിടെയൊക്കെ അഡ്മിഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് DM ചെയ്യാം. എൻ്റെ ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് DM ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്.